അപ്പോൾ സ്കൂൾ പിള്ളേർക്ക് വേണ്ടി കൊച്ചു പിള്ളേർക്ക് വേണ്ടി നമ്മൾ ചെയ്ത ശേഷം അതിന്റെ വിശേഷങ്ങൾ കാണിക്കാം. അതിന് മുമ്പ് നമ്മൾ കൂടുതൽ സംസാരിക്കുന്നില്ല. ആക്ച്വലി നിങ്ങൾക്ക് ഇത് സരിച്ചേട്ടാ ഫസ്റ്റ് കൊടുത്തിട്ട് ഞങ്ങൾ പാർത്ത നടൻ ബാല, കൊച്ചിയിൽ നിന്ന് ബാല മറ്റൊരു സ്ഥലത്തേക്ക് താമസമൊക്കെ മാറി. നമ്മൾ ഉദ്ദേശിച്ച ആളല്ല ബാല എന്നുള്ള ചില വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പലർക്കും ബാലയെക്കുറിച്ച് നെഗറ്റീവ് അഭിപ്രായങ്ങൾ ഉണ്ടാകാം. ബാലയെക്കുറിച്ച് നല്ലതായിട്ടുള്ള കാര്യങ്ങളല്ല പലതും നമ്മൾ കേട്ടിരിക്കുന്നതും ഒക്കെ. അതൊക്കെ എന്തെയോ ആയിക്കോട്ടെ, വ്യക്തി ജീവിതത്തിൽ ഒരാൾ നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത്, സമൂഹത്തിന് അയാളെ കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്നുള്ളതാണ് നമ്മളൊക്കെ നോക്കുന്നത്. ഇപ്പോൾ ബാല ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ സമൂഹത്തിന് ഏറ്റവും വേണ്ടപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. എന്താണ് ബാലയുടെ പുതിയൊരു ഇത്തരം നീക്കത്തിന് പിന്നിലെ കാരണം? കഴിഞ്ഞ 2-3 ദിവസങ്ങളായി ബാലയെക്കുറിച്ച് വലിയ ചർച്ച നടക്കുന്നുണ്ട്. കാര്യം ബാല കൊച്ചിയിൽ നിന്ന് പോകുന്നു എന്നൊരു തൻ്റെ സോഷ്യൽ മീഡിയ മാധ്യമങ്ങളിലൂടെ ആളുകളെ ലോകത്തെയൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ബാലയുമായി നമുക്കറിയാം, ബാല ഒരു കല്യാണം കഴിച്ചു. ആ കല്യാണം കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട് കുറച്ച് വിവാദങ്ങളൊക്കെ ഉണ്ടായി. തുടർച്ചയായി അദ്ദേഹത്തിനെതിരെ ചില വിവാദങ്ങളിൽ പെടുന്ന ഒരാളാണ് അദ്ദേഹം എന്ത് ചെയ്താലും വിവാദമാക്കാൻ കുറേ ആളുകളുമുണ്ട്. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കുടുംബജീവിതത്തിൽ നടന്നത് എന്ത് അല്ലെങ്കിൽ എന്താണ് അവിടെ സംഭവിച്ചതെന്നും നമുക്ക് വ്യക്തമായ ഒരു അറിവില്ല എന്നുള്ളതാണ്. അത് കോടതിയിലിരിക്കുന്ന കേസാണ്, മറ്റു കേസാണ്. അപ്പോൾ അതിൻ്റെ പുറത്ത് നമ്മൾ കയറി ചർച്ച ചെയ്തിട്ട് ഒരാളെ കുറ്റക്കാരനും ഒരാളെ കുറ്റക്കാരി ഒന്നും ആക്കുന്ന യാതൊരു അർത്ഥവുമില്ല. അതിൽ കയറി നമ്മൾ അഭിപ്രായം പറയേണ്ട കാര്യവുമില്ല. ഏതെങ്കിലും ഒരു ഭാഗത്ത് നിൽക്കാനും കഴിയില്ല, അതവിടെ നിൽക്കട്ടെ. പക്ഷേ ബാല എന്ന് പറയുന്ന ഒരു വ്യക്തി നമ്മൾ ഒരു 500 രൂപയുടെ ഒരു സഹായം ആർക്കെങ്കിലും ചെയ്താൽ പോലും അത് ലോകത്തോട് വിളിച്ച് പറയാൻ വെമ്പൽ കൊള്ളുന്നൊരു നാടാണ് നമ്മുടേത്, അല്ലേ? എന്ത് ഒരു സഹായം ചെയ്യുകയാണെങ്കിലും അത് വീഡിയോ എടുത്ത് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒപ്പം ചാനലുകളിലുമൊക്കെ ഇടുക. അതിൻ്റെ പുറത്ത് വളരെ വലിയ ഇൻ്റർവ്യൂകൾ കൊടുത്ത് താരമാകുന്ന ആളുകൾ വരെയുണ്ട്. ആ ഒരു കാലത്താണ് ബാല എന്ന് പറയുന്ന നടൻ ഒരുപാട് ചാരിറ്റികൾ ചെയ്യുന്നു. ചാരിറ്റി എന്ന വാക്കിനപ്പുറത്തേക്ക് ചാരിറ്റി ചെയ്യുന്നവരെല്ലാം അതാണോ ഇതാണോ, അദ്ദേഹം ചാരിറ്റി ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ സ്വന്തം കയ്യിൽ നിന്ന് പണം എടുത്തുകൊണ്ടാണ് അദ്ദേഹം ചാരിറ്റി ചെയ്യുന്നത്. ഒരാളുടെയും കയ്യിൽ നിന്ന് പണം പിരിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ഫോണിൽ കൂടി വിളിച്ചിട്ട് ഇതാ അവിടെ ഒരു കുട്ടിയുണ്ട് അങ്ങനെ സുഖമില്ല എന്ന് പറഞ്ഞ് പണം എടുത്തിട്ട് അങ്ങനെയൊന്നുമല്ല. അദ്ദേഹം അധ്വാനിച്ച പൈസയിൽ നിന്ന് എടുത്തിട്ടാണ് അദ്ദേഹം ചാരിറ്റി ചെയ്യുന്നത് എന്നുള്ളതാണ്. ചാരിറ്റി എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ ഒരുപാട് പൈസയില്ലാത്ത പണമില്ലാത്ത കഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി പണമുള്ളവൻ കൊടുക്കുന്ന ഏറ്റവും വലിയ കാര്യം. ഇപ്പം ധന്യയുടെ കയ്യിൽ 1000 രൂപയുണ്ടെങ്കിൽ ഒരു ഭിക്ഷക്കാരൻ ധന്യയോട് എനിക്ക് വിശക്കുന്നു, ഒരു ഭക്ഷണം വേണമെന്ന് പറഞ്ഞ് ധന്യ അത് വാങ്ങിക്കൊടുക്കുമ്പോൾ അതിലൂടെ കിട്ടുന്ന ഒരു പുണ്യം എന്ന് പറയുന്നത് വേറെ തന്നെയാണ്. അത് നമ്മളൊക്കെ ആവുന്നത് പോലെ ചെയ്യുന്ന ആളുകളാണ്. പക്ഷേ അതിനെക്കാട്ടൊക്കെ അപ്പുറത്തേക്ക് ഇത്തരം ചാരിറ്റികളുടെ കാര്യം നമ്മൾ എന്തിനാണ് പറയുന്നത് എന്ന് ചോദിച്ചാൽ ഇത് നാളെ ഒരാൾക്ക് മാതൃകയാവണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. ഇത് പറയാൻ ബാല തയ്യാറായിട്ടില്ല. ബാല ഇതുവരെ ഇത്തരം വിവരങ്ങളൊന്നും പറയാൻ തയ്യാറായിട്ടില്ല. ഇത് നമ്മൾ കണ്ട് മനസ്സിലാക്കി ഇപ്പോൾ പുറത്തു വരുന്ന ചില വിവരങ്ങൾ മാത്രമാണ്. ഇപ്പോഴും അതിൻ്റെ ഒരു വീഡിയോസോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും തന്നെ അദ്ദേഹം പുറത്തു വിട്ടിട്ടുമില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ കയ്യിൽ തെളിവുകളുണ്ട്, മറ്റുള്ള ആളുകളുടെ കയ്യിൽ തെളിവുകളുണ്ട് എന്നൊക്കെ നമുക്കറിയാം. പക്ഷെ അതൊന്നും ആരോടും കാണിക്കേണ്ട എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ തന്നെ അഭിപ്രായമുള്ളത്. പക്ഷെ അദ്ദേഹം ഇപ്പോൾ ഒരു വീഡിയോ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഇവിടെ നിന്ന് കൊച്ചിയിൽ നിന്ന് വീട് മാറിപ്പോയതിനു ശേഷം താൻ സമാധാനത്തോടെ ജീവിക്കാൻ പോവുകയാണെന്നും തന്നെയും തൻ്റെ ഭാര്യയെയും എല്ലാവരും സ്നേഹിക്കണമെന്നും അനുഗ്രഹിക്കണമെന്നും ഒക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം നല്ലൊരു സ്ഥലത്ത് വീട് വെച്ച് നല്ലൊരു വീടാണ് വെച്ചത്. ഒരു ഭംഗിയുള്ള പ്രകൃതിയോട് ഇണങ്ങിയുള്ള ഒരു കൊച്ചു വീട്, പക്ഷേ നല്ല സൗകര്യങ്ങളുള്ള ഒരു മനോഹരമായ വീട്. അപ്പം ആ സ്ഥലം വെളിപ്പെടുത്തരുത് എന്ന് പറയുന്നത് കൊണ്ട് മാത്രം നമുക്ക് ആ സ്ഥലം വെളിപ്പെടുത്താൻ പറ്റില്ലാത്ത ഒരവസ്ഥയുണ്ട്. അവിടെ അടുത്ത് അദ്ദേഹം താമസിക്കുന്ന വീടിനടുത്ത് ഉള്ള ഒരു സ്കൂൾ വല്ലാത്ത രീതിയിൽ, അതായത് ആ സ്കൂൾ നിർമ്മിച്ച് വന്നൊരു സ്കൂളാണ്. പക്ഷേ ആ സ്കൂളിൻ്റെ മേൽഭാഗം ഓട് ഭയങ്കര പ്രശ്നത്തിലായിരുന്നു. ഓട് പൊട്ടി വീഴുന്നു. അത് അവിടെ കുട്ടികൾക്ക് വല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അത് അവിടെ പണി തീരാത്ത വിദ്യാലയമാണത്. റൂഫ് അടക്കം അല്ലെങ്കിൽ ടൈൽസ് പോലുള്ള സംവിധാനങ്ങൾ, ബോർഡ് തുടങ്ങി ഒരു പകുതി പണി തീരാതെ നിൽക്കുന്ന ഒരു സ്കൂൾ. അവിടെ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടത്ര സൗകര്യങ്ങളില്ല. കോട്ടയം ജില്ലയിലെ ഒരു സ്കൂളാണ് എന്നുള്ളതാണ്. കോട്ടയം ജില്ലയിലുള്ള ഒരു സ്കൂളാണ്. ആ സ്കൂളിൻ്റെ പേര് പറയണ്ട എന്ന് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ള, അതായത് നമ്മൾ അവരുമായി ബന്ധപ്പെട്ട ആൾക്കാരോടൊക്കെ ഈ വിഷയങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് താല്പര്യമില്ല. പക്ഷേ കോട്ടയം ജില്ലയുടെ സ്കൂളിൻ്റെ പേര് പറയാനോ അദ്ദേഹത്തിൻ്റെ പേര് പറയാനോ അദ്ദേഹത്തിന് താല്പര്യമില്ല. നമ്മൾ പക്ഷേ ഇത് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആ കോട്ടയം ജില്ലയിലെ സ്കൂളുമായി ബന്ധപ്പെട്ട് അവിടെ എയ്ഡഡ് സ്ഥാപനമാണോ സർക്കാർ സ്കൂളാണോ എന്നുള്ളത് എനിക്ക് കൃത്യമായി അറിയില്ല. പക്ഷേ ആ രണ്ടിലേതാണ്, സ്വകാര്യ സ്കൂളല്ല. അപ്പോൾ അവിടെ കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യമില്ല എന്ന് കണ്ടപ്പോൾ അതിൻ്റെ മുഴുവൻ വർക്കും ബാല ഏറ്റെടുത്തിരിക്കുന്നു. ആ റൂഫ്
റൂഫ് മാറ്റുന്നു, അതുപോലെ തന്നെ എന്താണ് ബോർഡ്, പിന്നെ അവിടുത്തെ ബെഞ്ചുകൾ, അവിടുത്തെ പിന്നെ തറ പിന്നെ ഈ ടൈൽസ് വിരിക്കുന്ന കാര്യങ്ങൾ, ഇത്തരത്തിൽ എല്ലാ കാര്യങ്ങളും ബാല ഏറ്റെടുത്ത് ആ സ്കൂളിനെ കുട്ടികൾക്ക് പഠിക്കാനാവുന്ന, ചോർന്നൊരുക്കാത്ത രീതിയിൽ പഠിക്കാനാവുന്ന രീതിയിലേക്ക് ആ സ്കൂളിനെ മാറ്റാൻ പോകുന്നു എന്നുള്ളതാണ്. നമ്മുടെ സർക്കാരൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അതിനൊപ്പം എല്ലാ സ്ഥലത്തും എത്തിച്ചേരാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത്തരം ഒരു വലിയ കാര്യമാണ് ഇപ്പോൾ ബാല ചെയ്തതായിട്ട് പുതിയതായിട്ട് നമുക്ക്, അത് 4 ദിവസം കൊണ്ട്, അദ്ദേഹം മാറിയ നാട്ടിൽ നിന്ന് 4 ദിവസത്തിനുള്ളിലാണ് അദ്ദേഹം ഈ പണി ഏറ്റെടുത്തതും അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്തതും. ബാലയെ വിമർശിക്കുന്ന ഒരുപാട് പേരുണ്ട്, ബാലയുടെ നന്മയുടെ മുഖം തിരിച്ചറിയാത്ത കുറെ പേരുണ്ട്. വ്യക്തി ജീവിതത്തെ വെച്ചുകൊണ്ട് ഒരാളെയും നിങ്ങൾ പിന്നെ വിലയിരുത്തരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. വ്യക്തി ജീവിതത്തിൽ ഒരു മനുഷ്യൻ എങ്ങനെയാണ്, വ്യക്തി ജീവിതത്തിലുള്ളതല്ലേ അവൻ സമൂഹത്തിലും കാണിക്കുമെന്നൊക്കെ ചോദിക്കാം. അങ്ങനെയല്ല, വ്യക്തി ജീവിതത്തിൽ എന്താണ് നടന്നതെന്ന് നമുക്കറിയില്ല. അതൊക്കെ ഓരോരുത്തരുടെ സ്വകാര്യ കാര്യങ്ങളാണ്. അതിലൊന്നും ചെന്ന് ഇടപെട്ടിട്ട് അവരുടെ വ്യക്തി ജീവിതത്തിൽ നടന്നത് എന്താണ് എന്ന് അറിയാനൊന്നും നമുക്ക് താല്പര്യമില്ല. അതൊക്കെ കുടുംബപരമായ കാര്യങ്ങളാണ്. അത് അവർ തന്നെ സംസാരിച്ച് അവർ തന്നെ പരിഹരിച്ച് അവർ തന്നെ തീർക്കട്ടെ. ആരും ശത്രുക്കളായിരിക്കാതിരിക്കട്ടെ, എല്ലാവരും സ്നേഹത്തോടെ സന്തോഷത്തോടെ പോട്ടെ. പക്ഷേ ഒരു എന്താ പറയുക, ഒരു ചാരിറ്റിയുടെ അല്ലെങ്കിൽ മറ്റുള്ളവനെ സഹായിക്കുക എന്ന് പറയുന്നത് വലിയൊരു മനസ്സുള്ളവർക്കേ അത് നടക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാനിപ്പോൾ. ഒരു പ്രശ്നമുണ്ടായാൽ, അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെ അല്ലെങ്കിൽ ഒരു മുതിർന്ന ആൾക്ക് ഒരു ചികിത്സാ സഹായം ഉണ്ടായാൽ 100 രൂപ അയച്ചു കൊടുക്കുന്നവനും 10 രൂപ അയച്ചു കൊടുക്കുന്നതിൽ 10 രൂപ അയച്ചു കൊടുക്കുന്നവനാണ് ഏറ്റവും വലിയ പിന്നെ നന്മയുള്ളവനെന്ന് ഞാൻ വിളിച്ചു. കാരണം അവന്റെ കയ്യിൽ ആ കൂടെ ഉള്ളത് 10 രൂപയായിരിക്കും. ആ 10 രൂപ അയക്കാൻ കാണിക്കുന്ന ഒരു നന്മയുണ്ടല്ലോ, അതാണ് ഏറ്റവും വലുത്. ഉള്ളവൻ ചിലപ്പോൾ 100 കോടി ഉള്ളവൻ കൊടുക്കുന്നത് 500 രൂപയായിരിക്കും. 1 കോടിയും ഇല്ലാതെ നാളെ ഇനി എന്ത് ചെയ്യുമെന്ന് അറിഞ്ഞുകൂടാതെ പകച്ചു നിൽക്കുന്നവൻ 1000 രൂപ കൊടുക്കും. അവിടെയാണ് നന്മയുടെ മുഖങ്ങൾ നമ്മൾ കാണാതെ പോകുന്നത്. ഇവിടെയും അങ്ങനെയാണ്. ബാലയ്ക്കെതിരെ ഒരുപാട് വിമർശനങ്ങൾ വന്നിട്ടുണ്ട്, ഒരുപാട് അധിക്ഷേപങ്ങൾ വന്നിട്ടുണ്ട്, ഒരുപാട് രീതിയിൽ വിമർശനങ്ങൾ വന്നിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ. പക്ഷെ അപ്പോഴുമൊക്കെ തൻ്റെ നിലപാടുകൾ വ്യക്തമാക്കി ബാല രംഗത്തെത്താറുമുണ്ട്. ഈ അടുത്ത കാലത്തൊക്കെ വന്ന ചില വിമർശനങ്ങൾ, ചില പ്രശ്നങ്ങളൊക്കെ അതൊക്കെ അഭിമുഖീകരിച്ചുകൊണ്ട് വീണ്ടും വിവാഹിതനായി ഇനി തനിക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വീട് മാറിയത്. അപ്പോഴും നമ്മൾ മനസ്സിലാക്കാനുള്ളത്, വീട് മാറി 4 ദിവസം ആകുന്നതിന് മുൻപ് ഒരു സ്കൂൾ ഏറ്റെടുക്കുന്നു. ആ സ്കൂളിൻ്റെ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി നല്ല രീതിയിൽ ആ സ്കൂളിനെ മാറ്റുന്നു. ആ സ്കൂളിന് വേണ്ട ക്രമീകരണങ്ങൾ, അതായത് വിദ്യാഭ്യാസ രംഗത്ത് കൂടുതൽ തന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും അത് തനിക്ക് പറ്റുന്ന രീതിയിൽ കുട്ടികൾക്ക് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. ഇതിനെ വിമർശിക്കാൻ ഒരുപാട് പേരുണ്ടാകും, അതൊന്നും അല്ല ഇവിടുത്തെ വിഷയം. വിമർശിക്കുന്നവർ വിമർശിച്ചോട്ടെ, അതൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമല്ല. പക്ഷേ നടൻ ബാല എന്ന് പറയുന്ന മനുഷ്യ സ്നേഹിക്ക്, അദ്ദേഹത്തിന് ഇങ്ങനെയും ഒരു മുഖമുണ്ട്, മനുഷ്യരെ സ്നേഹിക്കാൻ. ഇപ്പോൾ കണ്ണ് ചികിത്സ, നേത്രരോഗ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് അത് ജെന്യുവിനാണെങ്കിൽ ആർക്ക് വേണമെങ്കിലും ചികിത്സ നടത്തി കൊടുക്കാം ഫ്രീ ആയി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പലർക്കും വീൽ ചെയർ ഉൾപ്പെടെയുള്ളത് നൽകുന്നതിന്റെ ചിത്രങ്ങളൊക്കെ ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു ബിസിനസ് മൈൻഡോടെ എന്ന് പറയുന്ന പലരും ഉണ്ട്. പലരുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ പലരും പറയുന്നത് ഇതൊക്കെ നാടകങ്ങളാണ്, ഇതിൻ്റെ പിന്നിലൊരു ബിസിനസ് മൈൻഡ് ഉണ്ട്, അതാണ് ഇങ്ങനെയൊക്കെ ഇവർ തമ്മിൽ കുറേ കമ്മീഷൻ ഇടപാടുകളുണ്ട് എന്നൊക്കെ പറയുന്നത്. അത് എന്തും ആയിക്കോട്ടെ, ബിസിനസ് മൈൻഡോ കമ്മീഷൻ ഇടപാടുകളോ ഇനി എന്ത് തന്നെ ആയാലും ചെയ്യാൻ കാണിക്കുന്ന ഒരു മനസ്സുണ്ട്, അതിനെ നമ്മൾ അംഗീകരിക്കാതിരിക്കുക. നമുക്ക് ആർക്കെങ്കിലും, നമ്മളെ ആരെങ്കിലും കൊണ്ട്, നമ്മളൊക്കെ ശമ്പളം വാങ്ങുന്നവരാണ്, നമ്മൾ ഒരു മാസം തുണി ഉടുക്കാറില്ലാത്ത ഒരു കുഞ്ഞിന്, ഒരു സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഒരു യൂണിഫോം വാങ്ങാൻ പൈസ നമ്മൾ ആരെങ്കിലും കൊടുക്കാറുണ്ടോ? നമ്മൾ അന്വേഷിക്കാറുണ്ടോ? ഇപ്പോൾ പിന്നെ ഒറ്റയ്ക്കായി പോയ ഒരു അമ്മ ഒരു രീതിയിലും ജീവിക്കാൻ നിവൃത്തിയില്ല, ഒരു നേരം നമുക്ക് ആർക്കെങ്കിലും ആഹാരം വാങ്ങി കൊടുക്കാൻ പറ്റുന്നുണ്ടോ? നമ്മൾ ആരും ഇത് ചെയ്യില്ല. പക്ഷെ വിമർശിക്കാൻ നമ്മളൊക്കെ ഭയങ്കര മിടുക്കരാണ്. ഒരാളൊരു നല്ല കാര്യം ചെയ്താൽ എങ്ങനെയും അതിനെ വിമർശിച്ചില്ലാതാക്കി അയാളെ പറ്റുമെങ്കിൽ നാട് കടത്തണം, അതാണ് നമ്മുടെയൊക്കെ ലക്ഷ്യം. അല്ലാതെ അയാൾ ചെയ്തതിൻ്റെ നന്മ ഉൾക്കൊണ്ടുകൊണ്ട് അയാൾ 10 പേർക്ക് ഒരു നന്മ ചെയ്താൽ ഒരാൾക്കെങ്കിലും ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കുമോ എന്നുള്ളതല്ല നമ്മൾ ചിന്തിക്കുന്നത്. അയാൾ 10 പേർക്ക് ചെയ്തു, അത് അവൻ്റെ പണത്തിൻ്റെ കഴപ്പ്, അല്ലെങ്കിൽ അവനിത് വേറെ എന്തോ ലക്ഷ്യമുണ്ട്, അവൻ വേറെ എന്തോ ലക്ഷ്യം വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇത് പറഞ്ഞ് എന്താ സ്വയം തരം താഴാനല്ലാതെ
ഒരാളെ സഹായിക്കാൻ ആർക്കും കഴിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ബാല ചെയ്യുന്നത് നല്ല കാര്യം, നല്ലത് എന്ന് തന്നെ പറയും. ഇനി ബാലയുടെ ഭാഗത്തുനിന്ന് ഒരു മോശം സംഭവം ഉണ്ടായാൽ തീർച്ചയായിട്ടും അതിനെ എതിർത്ത് തന്നെ സംസാരിക്കും, അതിലൊരു സംശയം വേണ്ട. പക്ഷെ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ നല്ലതാണ് എന്ന് തന്നെ പറയും. ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് സമൂഹത്തിലെ ആ കുട്ടികൾക്ക് ഒക്കെ, കാരണം ഓടെന്നൊക്കെ പറയുമ്പോൾ ഇതെപ്പോഴാണ് ഒരു കാറ്റൊക്കെ വരുമ്പോൾ കാലപ്പഴക്കം ചെല്ലുമ്പോഴൊക്കെ തറയിൽ വീഴുമോ, കുഞ്ഞുങ്ങളുടെ തലയിലേക്ക് വീഴുമോ, ഇതൊക്കെ നമുക്കൊരു ഭയമായിരിക്കും. അച്ഛനമ്മമാർക്ക് ഒരു ടെൻഷനായിരിക്കും. അപ്പോൾ അതൊക്കെ റൂഫിട്ട് ഒരു സ്കൂളിനെ നല്ല രീതിയിലാക്കുമ്പോൾ അവിടെ പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് ഒരു അന്തരീക്ഷം, നല്ല അന്തരീക്ഷം സൃഷ്ടിക്കുന്നു, പോസിറ്റീവ് എനർജി ഉണ്ടാകുന്നു. ആര് ചെയ്തു എന്നുള്ളതല്ല, എന്ത് ചെയ്തു, എങ്ങനെ ചെയ്തു എന്നുള്ളതാണ്. അവിടെയാണ് നമ്മൾ ആ ഒരു നന്മ മുഖം തിരിച്ചറിയേണ്ടത് എന്നുള്ളതാണ്. തീർച്ചയായും നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പെട്ടെന്ന് അവസാനിപ്പിക്കാം. അതായത് അദ്ദേഹം ചെയ്ത മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ വീട്ടിനകത്തേക്ക് ഓരോ സഹായങ്ങളുമായിട്ട് ആളുകൾ ധൈര്യപൂർവ്വം കയറി ചെല്ലുന്ന ഒരു നടനാണ് ബാല എന്ന് പറയുന്നത്. ഇവിടുത്തെ മലയാള സിനിമയിൽ എത്ര നടന്മാരുടെ വീട്ടിലേക്ക് ഇങ്ങനെ കയറി ചെല്ലാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഒരുപാട് ആളുകളാണ് ബാലയുടെ വീട്ടിൻ്റെ മുറ്റത്തും വീട്ടിലേക്കുമായി അസുഖങ്ങളുമായി ബന്ധപ്പെട്ട്, ജപ്തിയുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഒക്കെ പോകുന്നത്. അപ്പോൾ അതിൽ ജെനുവിൻ ആണെന്ന് തോന്നുന്ന കേസുകളെല്ലാം അദ്ദേഹം സഹായിക്കുന്നുണ്ട്. ഞാനൊക്കെ അത്ഭുതപ്പെട്ടു പോയി. ഇങ്ങനെ ഒരു മലയാള സിനിമയിൽ എത്ര നടന്മാരുണ്ട്, ആരുടെ വീടുകളിലും പ്രവേശനമില്ല, പക്ഷെ ബാലയെ കണ്ടേ പറ്റുമെന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരുപാട് ആളുകൾ അദ്ദേഹം സഹായിക്കുന്നുണ്ട്. ഇപ്പോൾ ധന്യ പറഞ്ഞതുപോലെ ഏതൊരു കണ്ണിൻ്റെ പ്രശ്നമുള്ള ആൾക്കാർക്കും സൗജന്യമായി കൊച്ചിയിലെ ഒരു ഹോസ്പിറ്റലിൽ അദ്ദേഹം നേത്ര ഓപ്പറേഷൻ അല്ലെങ്കിൽ നേത്ര ചികിത്സ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നിരവധിയായ ആളുകൾക്ക് അദ്ദേഹം ഹാർട്ടിൻ്റെ ഓപ്പറേഷനുകൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് ഒരു സ്ത്രീക്ക്, ഒരു 24 or 25 വയസ്സുള്ള ഒരു കുട്ടിക്ക് ഹാർട്ടിന് ഈ ഹോള് വന്നിട്ട്, എന്താണ് ഈ ഹൃദയത്തിൻ്റെ ഹോളുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം ഉണ്ടായിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് അദ്ദേഹം ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ള ഒരു കാര്യം അറിഞ്ഞു. അതുപോലെ തന്നെ ഒരു കോട്ടയത്ത് ഒരാൾക്ക് ഒരു ആക്സിഡൻറ്റ് പറ്റിയ ഒരു മനുഷ്യൻ, ആലപ്പുഴയിലോ കോട്ടയത്തോ ഒരു ആക്സിഡൻറ്റ് പറ്റി വലിയ ബുദ്ധിമുട്ടായ ഒരു മനുഷ്യൻ്റെ മുഴുവൻ ചികിത്സാ ചെലവും അദ്ദേഹം ഏറ്റെടുത്ത കാര്യം അറിഞ്ഞു. പിന്നെ കൊച്ചിയിലും അടക്കമുള്ള പല സ്ഥലങ്ങളിലും ഈ തെരുവുകളിൽ ജീവിക്കുന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഏർപ്പാടുണ്ടായിരുന്നു. കൊറോണ കാലത്ത് ഒരുപാട് അങ്ങനെ കൊടുത്തിരുന്നു. ഇപ്പോഴും അത് ആ സാധനം തുടരുന്നുണ്ട് എന്നുള്ള കാര്യവും, ഒരു മാസം ചുരുങ്ങിയത് 3 ലക്ഷം രൂപയെങ്കിലും അദ്ദേഹം വീട്ടിൽ വരുന്ന ആളുകൾക്ക് വേണ്ടി കൊടുക്കുന്നു എന്നൊക്കെ. ഇതൊക്കെ അദ്ദേഹം അധ്വാനിച്ച പൈസയും അദ്ദേഹത്തിന് അച്ഛനച്ഛന്മാർ സമ്പാദിച്ച പൈസയിൽ നിന്നാണ് എടുത്തു കൊടുക്കുന്നത്, അല്ലാതെ വേറെ ആരും ചെയ്യുന്ന കാര്യങ്ങളല്ല. ഇപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുകയും അന്നദാനം പോലുള്ള സംഗതികൾ നടത്തുകയും, താൻ ഇനിയും നന്മ ചെയ്യും, എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, ഞാൻ അന്യനായിക്കോട്ടെ, ഞാൻ ഇനിയും ചെയ്യും, നിങ്ങൾ എന്തെങ്കിലും ആർക്കെങ്കിലും സുഖമില്ലാത്തുണ്ടെങ്കിൽ നിങ്ങൾ പറയൂ, അത് ജെനുവിനാണെങ്കിൽ നിങ്ങൾ പറയൂ, നമുക്കത് ചെയ്യാം എന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവസാനിക്കുമ്പോൾ ഒരു കാര്യം കൂടെ പറയാം. ബാല എത്ര തന്നു എന്ന് ചോദിക്കുന്ന കമന്റോളികളോട് ബാല തന്നതിന്റെ കണക്ക് ചോദിക്കുന്നവർക്ക് നാളെ മറുപടിയായി തരുന്നതാണ്. അതെ, തീർച്ചയായും. അല്ല, അദ്ദേഹത്തിന് വേറൊരു കാര്യം കൂടെ, അതായത് ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് ഇനിയും ഒരുപാട് സഹായങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്ത് അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയട്ടെ. നല്ല ഈ സഹായം കിട്ടുന്ന ആളുകൾക്ക് അത് ആ രീതിയിൽ തന്നെ കിട്ടി സഹായിക്കാനുള്ള മനസ്സ്, അത് വലിയ മനസ്സാണ്. ഇനിയും അത് തുടർന്നുകൊണ്ട് തന്നെ അദ്ദേഹം പോകട്ടെ എന്ന് മാത്രമാണ് പറയുന്നത്. തീർച്ചയായിട്ടും.